ഇങ്ങനെ ഒരു വാർത്ത നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും. ഇനി മുതൽ വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ സത്യവാങ്മൂലം നിർബന്ധമാക്കിയിരിക്കുന്നു എന്ന വാർത്തയാണ്. എന്താണ് ഈ സത്യവാങ്മൂലം എന്ന് ഉദ്ദേശിക്കുന്നത്? അതായത് ഒരു അപേക്ഷ നമ്മൾ പ്രത്യേകിച്ച് വരുമാന സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ സമർപ്പിക്കുമ്പോൾ ഇനി മുതൽ നമ്മൾ നമ്മുടെ വിവരങ്ങളെല്ലാം തന്നെ റേഷൻ കാർഡിലുള്ള അംഗങ്ങളുടെ ജോലി സംബന്ധമായ വിവരങ്ങൾ, നമ്മുടെ വസ്തുവിൽ നിന്നുള്ള വരുമാന സംബന്ധമായ വിവരങ്ങളെല്ലാം തന്നെ ശരിയാണെന്ന്, സത്യമാണെന്ന് പ്രസ്താവിച്ചുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് സത്യവാങ്മൂലം. ഈ സത്യവാങ്മൂലം നമ്മൾ ഇനി മുതൽ നിർബന്ധമായും കൊടുത്തിരിക്കണമെന്നാണ് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വാർത്ത പത്രങ്ങളിൽ വന്നത്. ഇനി മുതൽ ശ്രദ്ധിക്കണം, നമ്മൾ സത്യവാങ്മൂലത്തിൽ കൊടുക്കുന്ന വിവരങ്ങളിൽ എന്തെങ്കിലും തെറ്റുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ നമ്മൾക്ക് നൽകിയ ആനുകൂല്യം തിരിച്ചു പിടിക്കാൻ സർക്കാർ ബാധ്യസ്ഥരാകും. അക്ഷയ കേന്ദ്രങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുമ്പോൾ അക്ഷയ കേന്ദ്രങ്ങളുള്ളവർ നിങ്ങളോട് സത്യവാങ്മൂലം നൽകണമെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അത് എഴുതി നൽകേണ്ട ആവശ്യമുണ്ട്. തെറ്റായ വിവരങ്ങൾ നൽകി സർട്ടിഫിക്കറ്റുകൾ കരസ്ഥമാക്കുകയും ആനുകൂല്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്യുന്നതിന് അറുതി വരുത്തുവാനാണ് സർക്കാർ ഇങ്ങനെ ഒരു നിർബന്ധം, അല്ലെങ്കിൽ നിർബന്ധമായും ഇങ്ങനെ സത്യവാങ്മൂലം കൊടുക്കണം എന്ന് ഉത്തരവിറക്കിയിരിക്കുന്നു. അക്ഷയ കേന്ദ്രങ്ങളിലൂടെ നമുക്ക് വരുമാന സർട്ടിഫിക്കറ്റ് മാത്രമല്ല മറ്റ് എല്ലാ സർട്ടിഫിക്കറ്റുകളും അപേക്ഷിക്കുവാൻ സാധിക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ പ്രത്യേകിച്ച് വരുമാന സർട്ടിഫിക്കറ്റിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ നമ്മുടെ വസ്തു വിവരങ്ങൾ, വരുമാന വിവരങ്ങളെല്ലാം തന്നെ കൃത്യമായി രേഖപ്പെടുത്തി നൽകുവാൻ ഓർമ്മിക്കണം.